ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 39-ാം ദിനം. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടുമായി പറയുന്നു, എൻ്റെ നാമമൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെയൊരു ചിന്ത പകർന്നു കൊടുക്കുന്ന മറ്റേതൊരു ഗുരു ഈ ലോകത്തിലുണ്ട്? എല്ലാവരും കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എന്താണ്? എൻ്റെ കൂടെ വന്നാൽ സുഖമായിരിക്കും, ഒരു കഷ്ടപ്പാടുമില്ല, സന്തോഷമായി ജീവിക്കാം എന്നു പറഞ്ഞ് ആളെ കൂട്ടുന്ന ഈ കാലത്ത് നമ്മുടെ കർത്താവ് പറയുന്നു, എൻ്റെ നാമത്തിൽ, എൻ്റെ പേര് നിമിത്തം എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും. പലപ്പോഴും ചിലർ പറയാറുണ്ട്, എന്നെ എല്ലാവർക്കും സ്നേഹമാണ്, എന്നോട് ആർക്കും ഒരു വെറുപ്പുമില്ല, എനിക്കും ആരോടും വെറുപ്പില്ല. ഈ പറഞ്ഞവർക്ക് എന്തോ കുഴപ്പമുണ്ട്. കാരണം നമ്മുടെ കർത്താവിനെ അങ്ങനെ എല്ലാവരും സ്നേഹിച്ചില്ല. കർത്താവിൻ്റെ നാമത്തെ പ്രതി നമ്മൾ ദ്വേഷിക്കപ്പെടണം, പോറലേൽക്കണം, പീഡനമേൽക്കണം. അപ്പോഴാണ് യഥാർത്ഥ യേശുവിൻ്റെ ശിഷ്യരായി മാറുവാൻ നമുക്ക് കഴിയും. ചില പീഡകൾ, കഷ്ടതകൾ വരുമ്പോൾ സമൂഹത്തിൻ്റെ പരിഹാസങ്ങളും പുച്ഛങ്ങളും നമുക്ക് നേരെ വന്നേക്കാം. യേശു അതിന് നൽകുന്ന മറുപടി, അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട, തളരേണ്ട, എന്തു പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങളുടെ നാവ് പരിശുദ്ധാത്മാവ് കടമെടുക്കും. നമ്മുടെ സഹനകാലങ്ങളിൽ, നിമിഷങ്ങളിൽ ദൈവത്തിലേക്ക്, ക്രൂശിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക് നമ്മെ വിട്ടുകൊടുക്കണം. നമുക്കായി കടന്നു വരുന്ന ഒരു സഹനങ്ങളും മാറിപ്പോകില്ലെന്ന് വിശ്വസിക്കുക. എന്നാൽ ആ സഹനത്തിനപ്പുറം മരണത്തെ ജയിച്ചവൻ നമ്മുടെ യേശു കൂടെയുണ്ട് എന്ന ധൈര്യവും ഉറപ്പും സഹനങ്ങളിൽ നമ്മെ ബലപ്പെടുത്തും. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.